ഖലീലുൽ ബുഖാരി തങ്ങൾ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈദാശംസകൾ. ഈദാശംസയിൽ ഏറ്റവും പ്രധാനമായി ലോകത്ത് നടക്കുന്ന ഇറാൻ, ഇസ്രായേലും അമേരിക്കയും ആ യുദ്ധം വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. പശ്ചിമേഷ്യൻ വളരെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ്. ഗ്യാസിൻ്റെ വില കൂടി. കേരളത്തിൽ പല ഹോട്ടലുകളിൽ പോലും ഭക്ഷണം കിട്ടാതെ ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഈ യുദ്ധം അവസാനിക്കാനായിരിക്കണം. തൻ്റെ സമീപത്തുള്ളവർ മാന്യന്മാരായി ജീവിക്കുന്നുവെങ്കിലും വീട്ടിൽ പട്ടിണിയുണ്ടോ പ്രയാസമുണ്ടോ എന്ന് അന്വേഷിക്കണം. തൻ്റെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമുള്ള ദുർബലരെയും അശരണരെയും ഭിന്നശേഷിക്കാരും ചേർത്ത് പിടിക്കണം. തൻ്റെ കുടുംബത്തിൽ നാട്ടിൽ പ്രായം ചെന്ന വൃദ്ധന്മാരും വൃദ്ധകളും എല്ലാവർക്കും നന്നായി സഹായിച്ച് ഐക്യവും ഒത്തൊരുമയും കൂട്ടായ്മയും ശക്തിപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച് അകന്നു നിന്നവരെ അകൽച്ചകൾ ഒഴിവാക്കി എല്ലാവരും ഒന്നായി സ്നേഹത്തോടെയും സൗഹാർദ്ദത്തെയും ജീവിക്കുക. ഉന്മേഷ്, ഞാനിപ്പോൾ ഉള്ളത് കോർണിഷ് മസ്ജിദിലാണ്. മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ്. നമുക്കറിയാം, എല്ലാ കാലത്തും ഈ മാസപ്പിറ കാണുന്നതിന് വേണ്ടി നമ്മൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ നിന്ന് ഈ അറബിക്കടലിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ച് ആ ഭംഗി കണ്ടുകൊണ്ട് ഈ മാസപ്പിറ ദർശിക്കുന്നത് ഒരു വളരെ അത്യപൂർവമായിട്ടുള്ളൊരു അനുഭവമാണ്. എന്തായാലും 29 നോമ്പ് പൂർത്തിയാക്കി അങ്ങനെ വിശ്വാസ സമൂഹം നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. രാവിലെ ഈദ്ഗാഹുകൾ ഉണ്ടാകും. ഈദ്ഗാഹുകൾ എന്ന് പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒത്തുചേരൽ കൂടിയാണ്. ഒരു മാസക്കാലം നീണ്ടു നിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷം അവർ ഒരുമിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കാണുന്നതിനൊക്കെ വേണ്ടി ആത്മസംസ്കരണത്തിൻ്റെ ഒരു മാസം പൂർത്തിയായ ശേഷം ഒരുമിച്ച് അവർ ലോകം ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഒരു സന്ദേശമായി നമ്മുടെ ഈ വർഷത്തെ ഈദുൽ ഫിത്തർ മാറേണ്ടതുണ്ട്. അതിനാവശ്യമായ പ്രാർത്ഥനകളാണ് ഉയരേണ്ടത്. നമ്മുടെ പ്രവാസികളായിട്ടുള്ള സഹോദരന്മാരുടെ കുടുംബങ്ങൾ, അവിടങ്ങളിലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം. യുദ്ധം നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്തുടനീളം യുദ്ധത്തിൻ്റെ കെടുതികൾ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ പുതിയ സന്ദർഭം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ പാചകവാതക ക്ഷാമമടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിലടക്കം അത് പല രീതിയിലും ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സമാധാന സന്ദേശം ലോകത്ത് വിളംബരം ചെയ്യുവാൻ തീർച്ചയായിട്ടും ഈ ഒരു ഈദുൽ ഫിത്തർ നമുക്ക് പ്രേരകമാവണം, നമുക്ക് പ്രചോദനമാവണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈദിൻ്റേതായിട്ടുള്ള സന്തോഷം എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും അത് അനുഭവിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കണം. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ എല്ലാ ആളുകൾക്കും ഈദിൻ്റേതായിട്ടുള്ള സാഹോദര്യ സന്ദേശം അത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അതുപോലെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള വലിയൊരു അവസരമാണ് ഈദിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ. പാളയം ഇമാം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് സമാപനം കുറിച്ച് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുകയാണ്. മാസപ്പിറ കണ്ടതായി വിവിധ ഖാദിമാർ അറിയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.